നിങ്ങളെല്ലാവരും പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന് അറിയാമെങ്കിലും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി ഒന്ന് പറയാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, നമ്മൾ കേരള ഓട്ടോ ഷോവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്താനുള്ള വേദി നമ്മുടെ CTCയുടെ ഭാഗത്ത് നിന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ചെയ്തപ്പോഴാണ് നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നത്. സത്യം പറഞ്ഞത് ലഹരിയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇവൻ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ നേരത്തെ കാണിച്ചതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലഹരി. ഇതുപോലുള്ള ഇവൻറ്റുകൾ ഓർഗനൈസ് ചെയ്യുക, അതുപോലുള്ള നെറ്റ്വർക്കുകൾ ബിൽഡ് ചെയ്യുക, നല്ല നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ള ലഹരി. ഇനി നിങ്ങളുടെയൊക്കെ ലഹരി എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനിയുള്ള ദിവസങ്ങൾ പറയാൻ പോകുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ദിവസം. നമ്മൾ സമൂഹത്തിൽ ഇന്ന് ലഹരിക്കെതിരെ കുറേ ക്യാമ്പയിനുകളും അതുപോലെ കുറേ പരസ്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കാര്യമില്ല. അതിനെതിരെ എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇനിയുള്ള ദിവസങ്ങൾ ഇവിടെ സംഘടിക്കാൻ പോകുന്നത്. അതായത് വണ്ടി ലഹരിയായിട്ടുള്ള ആളുകളുണ്ട്, അതുകൊണ്ടാണ് ഇതുപോലത്തെ ഓട്ടോ ഷോകൾക്ക് പ്രിയമേറുന്നത്. അതുപോലെ സിനിമ ലഹരിയായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയും, നമ്മളൊരു 5 സോങ്ങോളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലേ ജോയൽ? 5 സോങ്ങുകളോളം നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഈ 25,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ലഹരി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനുള്ളൊരു വേദിയായി നമ്മുടെ ഈ CTCയെ അതല്ലെങ്കിൽ കാലിക്കറ്റ് ട്രേഡ് സെന്ററിനെ മാറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 100ഓളം